സങ്കേതം എന്നിത്യ പറയുവേ. ആശ്രയം താൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. യേശു എൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം താൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തൻ മഹാസ്നേഹത്താൽ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തൻ മഹാസ്നേഹത്താൽ. യേശു എൻ സങ്കേതം എന്നിത്യ പറയുമേ. ആശ്രയം താൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മിസ്രയീമിൽ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ച ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടു എന്ന് പുറപ്പാട് 2:24 വായിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കുന്നവനാ നമ്മുടെ ദൈവം. വിവിധ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചിരുന്ന ഒരു സുവിശേഷകനായിരുന്നു സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. ഒരിക്കൽ കാലിന് നീര് വെച്ച് ശാരീരികമായി വളരെയധികം വേദന അനുഭവിച്ച ഉപദേശി കുഴമ്പ് വാങ്ങുവാൻ പോലും പണമില്ലാതെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഇരുന്നു. പ്രാർത്ഥനയിൽ ദൈവം നൽകിയ ചില വാക്കുകൾ എഴുതി എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്ന പാട്ടിൻ്റെ 4 വരികൾ ആയിരുന്നു അത്. പ്രാർത്ഥന കഴിഞ്ഞ് വീടിൻ്റെ വരാന്തയിലേക്ക് ഇറങ്ങി ആരെങ്കിലും പരിചയക്കാർ വന്നാൽ അല്പം പണം ചോദിക്കാം എന്ന് ഉപദേശി ചിന്തിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ തൻ്റെ ഒരു ചാർച്ചക്കാരൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടു. വീട്ടിലോട്ട് കയറി വന്നാൽ കുഴമ്പ് വാങ്ങുവാൻ അല്പം പണം ചോദിക്കണം എന്ന് ഉപദേശി ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം ഉപദേശിയെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ നടന്നുപോയി. ഉപദേശി വീണ്ടും തൻ്റെ മുറിക്കുള്ളിൽ കയറി മുട്ടുകൾ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. രാവിലെ തുടങ്ങി വെച്ച പാട്ടിൻ്റെ അടുത്ത വരികൾ തനിക്ക് ലഭിച്ചു. അദ്ദേഹം പാടി: ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയിടുമ്പോൾ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. അതെ, എനിക്കായി ഒരു സഹായകൻ സ്വർഗത്തിൽ ഉണ്ട്. എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത നല്ല സ്നേഹിതൻ, കഷ്ടകാലത്ത് നല്ല തുണ ആയവൻ. ദൈവം ദീർഘക്ഷമ ഉള്ളവനാകുന്നു എങ്കിലും രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ലൂക്കോസ് 18:7 വായിക്കുന്നു. സകല ജാതികളിൽ നിന്നും അബ്രഹാമിനെ തിരഞ്ഞെടുത്ത ദൈവം അബ്രഹാമിൻ്റെ പിൻതലമുറകളിൽ യാക്കോബിൻ്റെ കുടുംബത്തെ സ്വന്തം ജനമായി വേർതിരിച്ചു. യാക്കോബിൻ്റെ മകൻ ജോസഫിനെ സഹോദരന്മാർ മിസ്രയീമിൽ അടിമയായി വിറ്റു. എങ്കിലും ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ മിസ്രയീമിൽ പ്രധാനമന്ത്രിയായി. ക്ഷാമത്തെ തുടർന്ന് ദൈവിക പദ്ധതിയിൻ പ്രകാരം യാക്കോബിൻ്റെ കുടുംബം മിസ്രയീമിൽ വരികയും ഗോശൻ ദേശത്ത് പാർപ്പ് ഉറപ്പിക്കുകയും ചെയ്തു. മിസ്രയീം ദേശത്ത് വന്ന യാക്കോബിൻ്റെ കുടുംബത്തിൽ ആകെ 70 പേരുണ്ടായിരുന്നു. ഉൽപ്പത്തി 46:27. അവർ വർദ്ധിച്ചു പെരുകി, ദേശം അവരെക്കൊണ്ട് നിറഞ്ഞു. പുറപ്പാട് 1:7. രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥകൾ മാറി സർവ്വസ്വാതന്ത്ര്യത്തോടെ മിസ്രയീമിൽ ജീവിച്ചു വന്ന ഇസ്രായേൽ ജനതയുടെ ജീവിത വിഹായസിൽ കാർമേഘങ്ങൾ അടിഞ്ഞുകൂടി. കാലം മാറിയതോടുകൂടി അവർ മിസ്രയീമിൽ അടിമകളായി. മിസ്രയീമിലെ കഠിന വേല നിമിത്തം ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം പറയുകയാ, മിസ്രയീമിലുള്ള ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പുറപ്പാട് 3:7. സങ്കടങ്ങൾ അറിയുകയും നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാ നമ്മളുടെ ദൈവം. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത് അവർ എൻ്റെ ജനമാകുന്നു എന്നാണ്. ഇസ്രായേലിനെ എൻ്റെ ജനം എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ കഷ്ടതകളെ കണ്ട് ദൈവം അവരെ വിടുവിക്കുവാനുള്ള വലിയ പ്രവൃത്തി ചെയ്യുകയാണ്.
കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ ജനമാണ്. എന്നാൽ ദൈവവുമായി ബന്ധമില്ലാത്തവരുമുണ്ടല്ലോ. അവരെക്കുറിച്ച് യെശയ്യാവ് 1:15 പറയുന്നത്, അവരുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാൽ അവർ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. ഇത് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. മറ്റുള്ളവർക്കെതിരായി പ്രവർത്തിക്കുകയും ദുരാലോചനകൾ കഴിക്കുകയും ചെയ്ത ശേഷം ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരവും നൽകില്ല. ദൈവം കഷ്ടപ്പെടുന്നവൻ്റെയും പീഡ അനുഭവിക്കുന്നവൻ്റെയും പക്ഷത്താണ്. ദൈവം അങ്ങനെയുള്ളവരുടെ നിലവിളി കേൾക്കുന്നു. പ്രതികൂല കാറ്റുകൾ നമുക്ക് നേരെ അടിക്കുമ്പോൾ അവൻ നമ്മെ കരങ്ങളിൽ വഹിക്കും. തൻ്റെ ശുശ്രൂഷ കാലത്ത് സമൂഹം വെറുത്തിരുന്നവരെയും രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവരെയും താണ ജാതിയിൽപ്പെട്ടവരെയും ഭൂതാത്മാക്കൾ ബാധിച്ച് കഷ്ടത അനുഭവിക്കുന്നവരെയും കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് നമ്മുടെ വേദനകളിലും അവൻ മനസ്സലിവ് കാണിക്കാതിരിക്കുമോ? നമ്മുടെ നിലവിളി ശ്രദ്ധിച്ച് കേട്ട് പ്രതികരിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് മക്കളെല്ലാവരും മരിക്കുകയും ശരീരമാകമാനം പരുക്കൾ ബാധിച്ച് വേദനിച്ച് ചാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന ഇയ്യോബിനോട് ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാതെ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക എന്ന്. ഇയ്യോബിൻ്റെ മറുപടി പ്രകാരമായിരുന്നു, നാം ദൈവത്തിൻ്റെ കൈകളിൽ നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. ഇയ്യോബ് 2:9-10 വാക്യങ്ങൾ. എത്രയോ നന്മകൾ നൽകിയ കർത്താവ് ഇതുവരെയും നമ്മെ പുലർത്തിയത്. തിന്മകൾ ജീവിതത്തിൽ വല്ലപ്പോഴുമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ എന്തിനു ദുഃഖിക്കുന്നു? ദുഃഖങ്ങൾ കാണുകയും വേദന അറിയുകയും ചെയ്യുന്ന ഒരു ദൈവം, നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. കർത്താവെ, നിലവിളി കേൾക്കുന്ന കർത്താവിനായി ഞാൻ കാത്തിരിക്കുന്നു. നീ എന്നോടുകൂടി ഉള്ളതിനാൽ സ്തോത്രം. ആമേൻ. യോഗ്യമല്ലാത്ത ഈ ലോകത്തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ, യോഗ്യമല്ലാത്ത ഈ ലോകത്തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ, ചാരും കാൽവറി മേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. ചാരും കാൽവരിമേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. യേശു എൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം താൻ മാത്രം ആനാം സുസ്ഥിരമേ.